സവാള ഗിരി സവാള ഗിരി ഗിരി. ശ്രീ ശങ്കുട്ടിദാസ്, എന്താണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത്? ആ സമരം നടത്തിയ വിദ്യാർത്ഥികളെ ഇന്നലെ അതിഭീകരമായി മർദ്ദിക്കുന്നു. ഒപ്പോസിഷൻ MP-മാരെ ഈ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചിഴക്കുന്നു. ഈ ജനാധിപത്യം എങ്ങോട്ടാണ്? ഇങ്ങനെ രാജ്യം ഭരിക്കാം എന്നാണോ? അത്ര തന്നെ ഒന്ന് പോവാ. ശ്രീ അഭിലാഷ് മോഹൻ, ഈ ചർച്ച ആദ്യം മുതൽ കാണുന്ന ആളുകൾക്ക് ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ ബി നായർ പറഞ്ഞ കാര്യവും നിങ്ങൾ പറഞ്ഞ കാര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇടയ്ക്ക് രാഹുൽ ഗാന്ധി താഴെ വീഴുന്നത് കണ്ടു, അദ്ദേഹം മുഖം മറച്ചിരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തിന്റെ മുഖത്ത് പോലീസ് ചവിട്ടി എന്ന് ചില ആളുകൾ ആരോപിക്കുന്നതായി കേട്ടു, പക്ഷെ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധി മുഖം മറച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിച്ചതെന്നാണ്. അടുത്ത കൂടത്തിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്നതൊരു സ്ഥാപിത സത്യമായിട്ട് അങ്ങ് സംസാരിക്കും. ഭയങ്കരമായ തിമിര് അങ്ങയുടെ പക്ഷം പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് മുറിവുണ്ട്. അതിപ്പോ ആ ദൃശ്യം കണ്ട അറിയാലോ. ഇങ്ങോട്ടൊന്നും പണയണ്ട, അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചവിട്ടി എന്ന് ഡൽഹിയിലുള്ള നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. അയാൾ പറഞ്ഞു എന്ന വിവരം വെച്ച് ഇവിടെ വാർത്ത അവതരിപ്പിക്കുന്ന നിങ്ങൾ ചവിട്ടിയത് നിങ്ങൾ കണ്ടതുപോലെ പറയണം. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര പൊടിയുന്ന ദൃശ്യങ്ങളില്ലേ? അതിപ്പോ ശങ്കുട്ടിദാസിനും കണ്ടൂടെ? ശരി. പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ KSU സമരത്തില് ആളുകൾ ചോര ഒലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ആളുകൾ ഇന്റർനെറ്റ് സാക്ഷരതയുള്ള കാലഘട്ടത്തിൽ ഇത് ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന അജണ്ട വെച്ചിട്ടുള്ള നരേറ്റീവ് കൊണ്ടല്ല ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ ചർച്ചയിൽ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തല്ലോ. അദ്ദേഹത്തെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നതിന് മുൻപ് മർദ്ദിക്കുന്നതായി കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞു. വാഹനത്തിൽ കയറിയതിന് ശേഷം നടന്ന എന്താ നിങ്ങൾ കണ്ടോ? അത് നാട്ടുകാർ മുഴുവൻ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? പോലീസിനെ തള്ളുന്നാണോ? എത്ര നിങ്ങൾ ലളിതവൽക്കരിച്ചു. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആ പോലീസ് വാഹനത്തിനുള്ളിൽ കയറി തന്നെ അങ്ങോട്ട് ഇരുത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ കോളറിൽ പിടിക്കുകയും അയാളെ പിടിച്ച് തള്ളുകയും അയാളുടെ പുറത്തടിക്കുകയും ചെയ്യാണ്. അവിടെ കൂടെയുള്ള പോലീസുകാർ പറയുന്നുണ്ട് ചെയ്യരുത്. പുറത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ നിന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്, അയാൾ MP ആണ് എന്നുള്ളത്. അതായത് അയാൾ വലിയ IPS ഉദ്യോഗസ്ഥനോ അധികാരപ്രമത്തനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുടെയും ധാർഷ്ട്യമുള്ള ഒരാളൊന്നുമല്ല. അവന്റെ നിത്യകൂലിക്ക് വേണ്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വേതനത്തിന് വേണ്ടിയിട്ട് പോലീസ് യൂണിഫോം ഇട്ട് വന്നിട്ടുള്ള ഒരു സാധാരണക്കാരനെയാണ് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള ധാർഷ്ട്യം കൊണ്ട് ഈ MP പിടിച്ച് മർദ്ദിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലേ? 118 പോലീസുകാർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അതിൽ 5 IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ. ഈ പറയുന്ന CJP പ്രതിഷേധത്തിൽ ആകെ പരിക്ക് പറ്റിയിട്ടുള്ള പ്രതിഷേധക്കാരുടെ എണ്ണം 60 ആണെങ്കിൽ പരിക്ക് പറ്റിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം 120 അടുത്താണ്. അതിൽ നിങ്ങൾക്ക് യാതൊരു പ്രതിഷേധവും ഇല്ലേ? നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവൃത്തിയിൽ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് അക്രമമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. കാരണം അവിടെ പോലീസിനെതിരെ കല്ലേറുണ്ടായി. അതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പോലീസ് തടയാനായിട്ട് വെച്ചിരുന്ന ബാരിക്കേഡുകൾ ഇവർ തള്ളിമറിച്ചിരുന്നു. അതിനുശേഷം വ്യാപകമായിട്ടുള്ള വാൻഡലിസമാണ് അവിടെ നടത്തിയത്. വിവരദോഷമല്ലേ കാണിക്കണത്? ഈ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. 2001 പാർലമെന്റ് അറ്റാക്കിന് ശേഷം അവിടെ അമിതമായിട്ടുള്ള സുരക്ഷയുണ്ട്. ആ മേഖലയിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ അനുവദിക്കാറില്ല. ഒരു അപേക്ഷയും ഇല്ലാണ്ട് രാജ്യത്തിന്റെ ഏറ്റവും അതിസുരക്ഷാ മേഖലയിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി മാർച്ച് നടത്തുകയും അത് തടയാൻ ശ്രമിക്കുന്ന പോലീസുകാരെ കല്ലെറിയുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാരെന്താ രാമരാമ ജപിക്കുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മാധ്യമം, ഞങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അജണ്ട വെച്ചിട്ടുള്ള സൈബർ ആളുകളൊന്നുമല്ല, കേരളത്തിലെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ പ്രവർത്തകൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് നേരെ വന്ന് കല്ല് വീഴുന്നു. എന്നിട്ട് അയാൾ ആ ലൈവിൽ തന്നെ പറയണം, അതാ കല്ല് വരുന്നു, അതാ അടുത്ത കല്ല് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഈ CJPയുടെ പ്രതിഷേധക്കാർ കല്ല് കൊണ്ടുവന്നിട്ട് ഈ മാധ്യമങ്ങളെയും പോലീസുകാരെയും കല്ലെറിയുകയാണ് എന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. കണ്ടോ,
ഇയാളാ തിരിയാത്ത പെരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. പിന്നെ ഈ ചർച്ചയിൽ പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തെ പറ്റി, പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിഷേധത്തെ പറ്റി നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്. എവിടെയായിരുന്നു സാർ ഈ രാഹുൽ ഗാന്ധി? ഈ പ്രതിഷേധം തുടങ്ങിയിട്ട് എത്ര കാലമായി? ജൂൺ 6 മുതൽ ഈ പറയുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറിൽ CJPയുടെ പ്രതിഷേധം തുടങ്ങി. ജൂൺ 27 മുതൽ സോനം വാങ്ചുക്ക് അവിടെ നിരാഹാരം തുടങ്ങി. ഈ പറയുന്ന ജൂൺ 19 21ാമത്തെ ദിവസം അദ്ദേഹത്തെ പോലീസ് അവിടെ നിന്ന് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 21 ദിവസവും രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ല. രാഹുൽ ഗാന്ധി എന്ന് പോവാതിരിക്കും ചെയ്യട്ടെ. രാഹുൽ ഗാന്ധി എന്ന് പോവാതിരിക്കും ചെയ്യട്ടെ. ധർമ്മസമരം നടത്തിയിട്ട് 23 ദിവസം സമരം നടത്തിയിട്ട് ഉറപ്പിൽ ചുരുട്ടിക്കൊണ്ടുപോകാതെ ഇവരെ സമരത്തെ അഭിസംബോധന ചെയ്യാനോ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാനോ തയ്യാറായോ? ഇല്ലല്ലോ. 10 മിനിറ്റ് കൊടുത്തല്ലോ. അതിനാടകീയമായിട്ടുള്ള വാചകമടിയൊന്നും നടത്തണ്ട. വിഷയം പറഞ്ഞാൽ മതി. താങ്കൾ പറഞ്ഞ 23 ദിവസം സമരം നടത്തിയിട്ട് ആ സമരക്കാരെ ഒന്ന് കേൾക്കാൻ തയ്യാറായോ സർക്കാർ? ജനാധിപത്യമല്ലേ രാജ്യത്ത്? എനിക്കിതിരി ദണ്ണുണ്ട്. ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സോനം വാങ്ചുക്കിന് 21ാം ദിവസം പുതപ്പിൽ ചുരുട്ടിക്കൊണ്ടുപോയി എന്ന്. 21 ദിവസം നിരാഹാരം നടത്തിയിട്ട് പൊട്ടാഷ്യം ലെവലും സോഡിയം ലെവലും താഴെയായിട്ട് ജീവൻ തന്നെ അപകടത്തിലായിട്ടുള്ള ഒരാളെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ പോലീസിന്? പോലീസ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. ആവശ്യമെങ്കിൽ നിർബന്ധമായി ഭക്ഷണം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് തിരിയണം എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്യല്ല ചെയ്തത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ രഹസ്യ സംഘത്തിലേക്ക് മാറ്റുകയല്ല ചെയ്തത്. സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ പോയിട്ട് സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ വിശ്വാസത്തിൽ തുടർന്ന് കോടതി പറഞ്ഞത് അദ്ദേഹം സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ തുടരട്ടേതാണ്. ഇന്നാണ് അദ്ദേഹത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം. സത്യം പറയുമ്പോൾ ഈ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോ അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. ഞാൻ മുഴുവൻ പറയട്ടെ, നിങ്ങൾ ഒന്ന് നിർത്തൂ. ഈ പറയുന്നത് ഞാൻ ചോദിച്ചത് രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു ഈ സമരം നടക്കുന്നത് ഇത്രയും സമയത്തോളം? അതായത് 21 ദിവസം നിരാഹാര സമരം നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ജനറൽ സെക്രട്ടറിമാർ ആരെങ്കിലുമോ അതിന് പോയിട്ടില്ല. ഇപ്പോ സോനം വാങ്ചുക്കിനെ ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇവർ ഈ പാർലമെന്റ് മാർച്ച് നടത്തുകയും പാർലമെന്റ് മാർച്ച് അക്രമാസക്തമാവുകയും സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് തിരികെയും ചെയ്ത ഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധമാക്കി മാറ്റണം എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടല്ലേ ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന 2026 നീറ്റ് പേപ്പർ ലീക്ക് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണോ? 2013 ആദ്യമായിട്ട് നീറ്റ് UPA സർക്കാരിന്റെ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആ പരീക്ഷ തന്നെ സുപ്രീം കോടതി ഇടപെട്ട് കോഷ് ചെയ്തിട്ടില്ലേ? 2004 UPSCയുടെ ചോദ്യ പേപ്പർ, അതായത് ഇന്ത്യയിലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇതിൽ കാണേണ്ട കാര്യം, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, സർക്കാരിന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റി. 2 ദിവസം മുമ്പാണ് ഡൽഹി പോലീസ് കമ്മീഷണറെ അമിത്ഷാ മാറ്റി പുതിയൊരാളെ, തങ്ങൾക്ക് ഏറ്റവും ബിഫിറ്റിംഗ് ആയ ഒരാളെ അവർ കൊണ്ടുവച്ചത്. അവരൊരു വലിയ പ്ലാൻ ഉണ്ടാക്കി ഈ സമരത്തെ പൊളിക്കാൻ. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ യഥാർത്ഥത്തിൽ ബോധപൂർവമായി ഈ കലാപം, അത് പോലീസ് സൃഷ്ടിച്ച കലാപമാണ്. നിങ്ങൾ കണ്ടില്ലേ, വലിയ ലാത്തിയുമായി പോലീസിനൊപ്പം നിന്ന് സമരക്കാരെ അടിച്ചൊതുക്കുന്ന പോലീസുകാരല്ലാത്തവർ. അതാ ഞാൻ പറഞ്ഞത്, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ അവരുടെ സേനയ്ക്കൊപ്പം, പോലീസ് സേനയ്ക്കൊപ്പം ഇങ്ങനെ യൂണിഫോം ഇല്ലാതെ നിന്ന് ആക്രമിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, ഇന്നലെ തല്ലുമ്പോൾ ആ തല്ലുകൊണ്ടിട്ടും ഒരല്പം പോലും വാടാതെ നിന്ന് തല്ലു വാങ്ങുന്ന ചെറുപ്പത്തെ കണ്ടില്ലേ? നേരത്തെ റഹീം പറഞ്ഞതുപോലെ ഈ സമരത്തെയും അനായാസം മാനേജ് ചെയ്യാമെന്ന കാൽക്കുലേഷൻ തെറ്റിപ്പോയതല്ലേ? ആ തിരിച്ചറിവിലായിരിക്കുമോ ഇപ്പോ മന്ത്രിമാർ, JP നദ്ദ അടക്കമുള്ള ആളുകൾ ഇടപെടുന്നത്? എനിക്ക് തോന്നുന്നു ശ്രീ അഭിലാഷ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുറ്റബോധത്തിൽ നിന്നായിരിക്കാം ഇങ്ങനെയുള്ള വാചകടിയൊക്കെ നടത്തുന്നത്. ഈ സമരത്തെ പൂർണ്ണമായി അവഗണിച്ചതിൽ ആദ്യപക്ഷത്ത് നിൽക്കേണ്ട ആളുകൾ മാധ്യമങ്ങളാണ്. കാരണം ഞാൻ മാതൃഭൂമി ന്യൂസിന്റെ യൂട്യൂബിലെ പേജ് എടുത്ത് നോക്കുകയായിരുന്നു. ജൂൺ 6 അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയ അന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയ നിങ്ങൾ പിന്നീട് ആ വിഷയത്തിൽ ഒരു ചർച്ച നടത്തിയത് സോനം വാങ്ചുക്കിനെ അവിടുന്ന് പോലീസ് സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ്. അതായത് 1.5 മാസത്തോളം ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നെ കൊണ്ടത് പറയിക്കരുത്, മിഴിച്ചു നിൽക്കുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ചെയ്തിട്ടുള്ളത്, ഇത് തന്നെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് പൊതുസമൂഹം അവഗണിച്ചിട്ടുള്ള സ്വന്തം നിലയിൽ തകർന്നു പോയിട്ടുള്ള ഒരു സമരമാണ്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിലേറിയിട്ടുള്ളത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കണ്ട. അതായത് 26 കോടി യുവാക്കൾ 15-നും 29-നും ഇടയിൽ പ്രായമുള്ള ആളുകളുണ്ട്. അതിൽ 22 മില്യന്റെ പിന്തുണയാണ് ഇപ്പോൾ ഈ CJP എന്ന് പറയുന്ന സംവിധാനം അവകാശപ്പെടുന്നത്. അത് 2,20,00,000 ആളുകൾ, അതിലെ ബോട്ടുകളും വിദേശ പൗരന്മാരും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 1.5 കോടി ആൾക്കാർ ഉണ്ടാവുമായിരിക്കും. 21 ദിവസം സമരം നടക്കുമ്പോൾ 50-100 ആളുകൾ മാത്രം നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. അതായത് സ്വന്തം നിലയിൽ ജനപങ്കാളിത്തമില്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ അവഗണിച്ചു. ഇപ്പൊ ഈ ചർച്ചയിൽ വന്നിരുന്നിട്ട് റഹീം പറയുന്നുണ്ട് SFI-യും ASF-ഉം DYFI-യും ഒക്കെ കൂടി നടത്തിയിട്ടുള്ള സമരമാണെന്ന്. നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഈ സോനം വാങ്ചുക്കിന്റെ കൂടെ നിരാഹാരം നടത്തിയത് 23 ദിവസം ഐസയുടെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ 3 നേതാക്കന്മാരായിരുന്നു. SFI-കാരും DYFI-കാരൊന്നും അല്ല. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. സോനം വാങ്ചുക്കിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ പോലും ഈ കൂടെയുള്ള 3 പേരുടെ ജീവൻ രക്ഷിക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയെങ്കിലും ഈ സമരം നിർത്തിയിട്ടൊന്ന് ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് അവർ പോയി. ആ നിലയിൽ നിങ്ങൾ പോലും പൂർണ്ണമായിട്ട് അവഗണിച്ച കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ലീഡർ നിയമനവും അതേപോലെ തന്നെ PM ശ്രീയിലെ നിലപാടും അതല്ലെങ്കിൽ ഈ പറയുന്ന KSU നേതാവായിട്ടുള്ള അയോക്ഷ സേവരെ കാണാൻ കൂട്ടാക്കാത്തതും മാത്രം ചർച്ച ചെയ്തിരുന്നിരുന്ന നിങ്ങൾ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന്റെ 21ാമത്തെ ദിവസം ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി കേരളത്തിന് അവധി കൊടുത്തിട്ടുള്ള നിങ്ങൾ അതിന്റെ അടുത്ത ദിവസം പെട്ടെന്ന് സാമൂഹ്യ പ്രതിബദ്ധത മൂത്ത് വന്ന് ചർച്ച നടത്തുന്നതാണിപ്പോ എനിക്ക് കൗതുകം തോന്നുകയാണ്. മാർത്തുകുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ 2 പ്രതിനിധികൾ 2 നിലപാടല്ലേ എടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്ന MP-മാരാണെങ്കിൽ എരവാദം പറയുന്നു, ഞങ്ങളെ അടിക്കുന്നു, ഞങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതേസമയം കേരളത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധി വീരവാദവും പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിന്റെ ഉമ്മർത്ത് പോയിട്ടാണ് സമരം ചെയ്യുന്നത്, ഇതാ കണ്ടോ, ഞങ്ങളെ കൊണ്ട് ഇതിനേക്കാൾ വലുത് ചെയ്യാൻ പറ്റും, അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഡീൻ കുര്യാക്കോസ് അടിച്ചതിലൊരു തെറ്റുമില്ല, ഇത് തന്നെയാണ് സമരത്തിന്റെ മാർഗം എന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള നിലപാടില്ലായ്മയും നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമരത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. അപ്പൊ എന്റെ വിത്തി കണ്ടത്തിൽ ഇറങ്ങില്ല ഇല്ല.